ഏതൊരു പേരൻസിൻ്റെയും കുട്ടികളുടെയും പോലെ വലിയൊരു അഭിലാഷമാണ് ഒരു ഡോക്ടർ ആവുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ ആവുക എന്നുള്ളത്. അപ്പം അതിന് ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന കുറേ നെഗറ്റിവിറ്റീസ് ആയിരിക്കും. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യം തന്നെ ഒരു പ്രീസെറ്റ് മൈൻഡാണ്, അത് ഇറ്റ്സ് നോട്ട് ഫോർ മീ, എനിക്കത് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടാവും. സംടൈംസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് അവർ ഫ്രണ്ട്സ്. കാരണം നമ്മൾ ഒരു 10th വരെയൊക്കെ പഠിച്ച് നമ്മൾ ചിലപ്പം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ പിന്നെ ഭയങ്കര ഒരു ഫ്രണ്ട്സായിട്ട് ഭയങ്കര ഒരു ബോണ്ട് റിലേഷൻഷിപ്സ് ഉണ്ടാവും. അപ്പം പിന്നെ അവർ പറയും ഓയോ സയൻസ് നമുക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ദാറ്റ് കോമേഴ്സ് കോളേജ്, അല്ലെങ്കിൽ ഞാൻ കോമേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്, സയൻസ് നമുക്ക് പറ്റില്ലടാ, നമുക്ക് അവിടെ ഒരുമിച്ച് കോളേജിൽ വീണ്ടും ഇതുപോലെ അടിച്ച് പൊളിക്കാം. അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവും. ഒന്നത്. പിന്നെ രണ്ടാമത്തത്, വി ആർ മിസ്ലെഡ് ബൈ പീപ്പിൾ. കാരണം ഇതുപോലെ തന്നെ നമ്മളെ ചുറ്റുമുള്ള ആളുകൾ നമുക്ക് ഒരുപാട് നമുക്കറിയാലോ, നമ്മൾ പോസിറ്റീവ് എനർജി ഉള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളും പോസിറ്റീവായിട്ട് തോന്നും, അതുപോലെ നെഗറ്റീവ് എനർജി ഉള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നും. അപ്പം ഈ ഒരു കാരണം കൊണ്ട് പലരും എൻട്രൻസിൽ നിന്ന് ഒരുപാട് മിത്സ് ഉണ്ട്. നീറ്റ് നമുക്ക് എല്ലാവർക്കും പറ്റിയതല്ല, ഇറ്റ്സ് ഓൺലി ഫോർ ദാറ്റ് അൾട്രാ ബ്രില്യൻ ബ്രെയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് മിത്സ് ഉണ്ടാവും. അപ്പം ആ കുറച്ച് മിത്സ് എല്ലാം നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് മാക്സിമം ടു ദ എക്സ്റ്റെന്റ് വിൽ ട്രൈ ടു സീ. അപ്പം പലരും എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, ബിക്കോസ് ഐ എം ആൻ ആവറേജ് സ്റ്റുഡൻറ് അല്ല, അല്ലെങ്കിൽ ഐ എം എ ബിലോ ആവറേജ് സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു കോളേജ് ഡേയ്സിലെ ഒരു സ്റ്റോറിയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു റാഗിങ്, ആ ഒരു പീരീഡ് എല്ലാം കഴിഞ്ഞ ഒരു കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ട്. അതുവരെ നമ്മൾ നേരത്തെ എണീറ്റിട്ട് നമ്മൾ ഹോസ്റ്റലിൽ മെസ്സിൽ നിന്ന് ഡയറക്റ്റ് പോയി റൂം ടു മെസ്, അല്ലെങ്കിൽ പിന്നെ അത് കോളേജ്, ഈ ഒരു റൂട്ട് നമുക്ക് അറിയത്തുള്ളൂ. കുറച്ചുകൂടെ ആ ഒരു കൂളിംഗ് ഓഫ് ഒക്കെ പീരീഡ് കഴിഞ്ഞ് ഐ ജസ്റ്റ് ഹാപ്പൻ ടു സ്റ്റെപ്പ് ഇൻ ടു വൺ ഓഫ് മൈ നെയ്ബേഴ്സ് റൂം. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു മാർക്ക് ഷീറ്റ് ഒക്കെ ഇങ്ങനെ എടുത്തു വെക്കാം, ആ ഒരു കൂളിംഗ് ഓഫ് പീരീഡ് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ മാർക്ക് ലിസ്റ്റിൽ, അഥവാ റാങ്കിൽ പെട്ടു. ജസ്റ്റ് ഞാൻ റാങ്ക് നോക്കുമ്പം ലൈക്ക് ഹി ഈസ് എ ടോപ്പർ ഇൻ ദ സെൻസ് ലൈക്ക് അത്ര 400 സംതിങ് ഓൾ കേരള റാങ്ക് ആണ് പുള്ളി. ആൻഡ് ഹി ഹാസ് ഗോട്ട് കമ്പ്യൂട്ടർ സയൻസ് ഇൻ വൺ ഓഫ് ദ ടോപ്പ് കോളേജസ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. തൊട്ട് അടുത്ത നിമിഷം തന്നെ എനിക്ക് ഐ ജസ്റ്റ് ഹാപ്പൻ ടു സീ ഹിസ് 12th മാർക്സ്. +2 മാർക്ക് ലിസ്റ്റ് കണ്ടപ്പം ഹി ഹാസ് ഗോട്ട് വെരി ലോ ഇൻ മാത്സിൽ വളരെ കുറവാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ മാത്സിൽ ഇത്ര ഒരു മിനിമം മാർക്സ് വേണമെന്നുള്ള ഒരു മാൻഡേറ്ററി കണ്ടീഷൻസ് ആയിരുന്നു ഫോർ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ. അപ്പം ഞാൻ ചോദിച്ചു പുള്ളിയുടെ അടുത്ത്, see there's a lot of difference between what you have scored in the entrance and what you have actually scored in your +2. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കഥയാണ്. കാരണം ഐ വാസ് എ ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ്. ഓക്കെ, എനിക്ക് പാസ്സാവുമെന്ന് തന്നെ പേടിയായിരുന്നു. പക്ഷെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് +2 എനിക്ക് തോന്നി ഇത് ഇങ്ങനെ പോയാലും ശരിയാവില്ല എന്നുള്ളത്. അപ്പം വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ പോയിട്ട് ഒരു കോച്ചിങ്ങിന് ചേർന്നു. ദാറ്റ് ഇസ് ഓൺലി 2.5 months. ആ 2.5 months ഞാൻ കുത്തിരുന്ന് പഠിച്ചിട്ട് ഞാൻ ആ വർഷത്തെ എൻട്രൻസ് ക്രാക്ക് ചെയ്തു. ആൻഡ് ഐ ആം ഹിയർ ഇൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ആ സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് സോർട്ട് ആഫ്റ്റർ ബ്രാഞ്ച് ആയിരുന്നു. ദ ഓൺലി ഫിയർ ഹി ഹാഡ് വാസ് ഞാൻ +2 മാത്സിൽ പാസ്സാവും എന്നുള്ളതായിരുന്നു. കാരണം അത്രയും അതിന്റെ മുമ്പ് വരെയുള്ള പുള്ളിയുടെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പം ഹി വാസ് നോട്ട് ഷുവർ ഓഫ് ഇറ്റ്. അപ്പോൾ റിസൾട്ട് വന്നപ്പം he just scored 51 and the required marks for engineering admission was 50. അപ്പോൾ ഇതാണ് പറയുന്നത്, ആർക്കും എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൺലി അബൌട്ട്, ആൻഡ് വാട്ട് ഹി ടോൾഡ് മീ ഇസ് സോ ഫ്രഷ് ഇൻ മൈ മൈൻഡ്. ഇപ്പോഴും അത് ഭയങ്കര ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത്. ഹി ടോൾഡ് ദ ഓൺലി തിങ്സ് യു നീഡ് ഇസ് ഒന്ന് ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ. ഓക്കെ, ജസ്റ്റ് സേ ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. എന്നിട്ട് പിന്നെ നമ്മൾ അതിലോട്ട് ഫോക്കസ് മെല്ലെ ആയിട്ട് ആ ഒരു സ്റ്റെപ്പിലോട്ട്. there's a saying, you try to walk, if you can't walk, at least try to crawl, but keep moving. ആ ഒരു കോൺസെപ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കണം. അത് നമ്മളിപ്പോൾ ഒരു റേസിലാണെങ്കിൽ, നമ്മളിപ്പോൾ സ്കൂളിൽ പല റേസിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത്
അത് നമ്മൾ ജയിക്കുകയോ തോൽക്കുകയോ നമുക്ക് എന്താണ് സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ അല്ലെങ്കിൽ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒന്നും നമ്മൾ ആലോചിക്കത്തില്ല, പറ്റത്തില്ല. ബിക്കോസ് യു ഹാവൻറ്റ് ഓൾറെഡി സ്റ്റാർട്ടഡ്. അപ്പം മെല്ലെ മെല്ലെ ഒരു ഇതിലോട്ട് കോച്ചിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എ ഡിറ്റർമിനേഷൻ ദാറ്റ് ഐ ഹാവ് ടു ബിക്കം എ ഡോക്ടർ, ഐ ഹാവ് ടു ബിക്കം എൻ എഞ്ചിനീയർ, എന്നിട്ട് സ്ലോലി നമുക്ക് കുറച്ച് എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവർ എന്തൊക്കെയാണ് ചെയ്തത്, അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്തായിരുന്നു, അവരെങ്ങനെയായിരുന്നു മറ്റേ ഓരോരോ സബ്ജക്റ്റിനെയും അപ്രോച്ച് ചെയ്ത്. ബയോളജി ഫോർ എക്സാമ്പിൾ, ഡോക്ടർ ആഷിഖിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസ് ഓൾവേസ് സ്മൈലിംഗ്. ബയോളജി അതൊരു വിഷയമല്ലല്ലോ, അത് ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം, ഇറ്റ്സ് നോട്ട് എ ട്രൈ സബ്ജക്ട്, ഇൻട്രസ്റ്റിംഗ് അങ്ങനെ. അപ്പോൾ when you talk to people like him, similarly ഡോക്ടർ തബ്ഷീറിനെ പറ്റി പറയാനുള്ള ഒരു കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്തിട്ട് അതിനെ ഒരു റിയൽ വേൾഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ദെൻ ഹി വിൽ ട്രൈ ടു സോൾവ് ഇറ്റ്. അപ്പം ഇന്നത്തെ സെഷനിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കാം. ആക്ച്വലി ഐ ഹാഡ് കുറച്ച് സ്ലൈഡ്സ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് സ്ക്രീൻ ഷെയറിംഗ് വർക്ക് ചെയ്യുന്നില്ല. സോ ഓൾറെഡി 15 minutes കഴിഞ്ഞു. സോ വാട്ട് ഐ വിൽ ഡു ഇസ് ഐ വിൽ ഹാൻഡ് ഇറ്റ് ഓവർ ടു ഡോക്ടർ ആഷിഖ്. ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. ആൻഡ് ഐ തിങ്ക് ലൈക്ക് എൻ്റെ ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ? ഞാൻ ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ചാറ്റിലൊന്ന് ജസ്റ്റ് ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ ജസ്റ്റ് ഒന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ, എൻ്റെ ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ? കൃത്യമായിട്ട് എന്നെ കാണുന്നുണ്ടോ, എന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് പറയും. ആൻഡ് ഡെഫിനറ്റ്ലി ഇതൊരു വൺ മാൻ സൈഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിട്ടൊന്നും ഞാൻ വെക്കുന്നില്ല. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സിൻസിയർ വെരി ബിഗ് താങ്ക്സ് ഫോർ ദ ടീം ബുക്ക് മാർക്ക് ഫോർ അറേഞ്ചിങ് സം വൺ സെഷൻസ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് നമുക്കറിയാം നിങ്ങൾ കുട്ടികൾ ആക്ച്വലി എന്താ പറയാ, നിങ്ങളുടെ ഈ ഏജിൽ, അതായത് എനിക്കറിയാം ഇന്നത്തെ സെഷനിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ സൗണ്ട് കുറവാണ് അല്ലേ? ഓക്കെ, ജസ്റ്റ് നമ്മുടെ ടെക്നിക്കൽ ടീം ആരെങ്കിലും ഒരാൾ ഒറ്റ നിമിഷം സൗണ്ട് ഒന്ന് ജസ്റ്റ് കൂട്ടി വെക്കുമോ? ഞാൻ മൈക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഓക്കെ, അവരവിടെ നിന്ന് ഇതായിക്കോളാം. ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണ് തോന്നുന്നുണ്ടല്ലേ? ഞാൻ മൈക്ക് ഒന്ന് കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട്. സൗണ്ട് ഈസ് ഓക്കെ? ഈസ് ദ സൗണ്ട് ഈസ് ഓക്കെ നൗ? ഓക്കെ ആണോ? യെസ് യെസ്, താങ്ക് യു. സോ ഇനി നിങ്ങൾ നിങ്ങളുടെ സ്പീക്കറിലെ സൗണ്ട് കൂട്ടാട്ടോ. സോ ലൈക്ക് ഞാനും പറഞ്ഞ പോലെ ബുക്ക് മാർക്സ് ടീമിന് വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തുടങ്ങാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാല് നമ്മൾ നാട്ടില് നമ്മളെയൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ വരുന്ന സ്ഥലം ബുക്ക് മാർക്ക് സ്ഥിതി ചെയ്യുന്നത് തലപ്പാറയാണ്. തലപ്പാറ എന്നൊക്കെ പറഞ്ഞ ഒരു വില്ലേജ് ഏരിയ ആണ്. അത്ര അധികം അങ്ങോട്ട് ഡെവലപ്ഡ് ആവാത്ത ഒരു സ്ഥലമാണ്. ഭയങ്കര കാലിക്കറ്റ് ടൗൺ പോലത്തെ ഒരു സ്ഥലമല്ല നിങ്ങൾ. സോ ആ ഒരു ഏരിയ എന്ന് വരുന്ന കുട്ടികളെല്ലാവരും ഇപ്പൊ ഞാനും ഇതുപോലത്തെ ഒരു നാട്ടിലായിരുന്നു. എൻ്റെ നാട് ആക്ച്വലി മൂവാറ്റുപുഴയാണ്, എറണാകുളമാണ്. എറണാകുളത്ത് എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ വരുന്ന സമയത്തൊക്കെ ആ സമയത്ത് എനിക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതലേ തന്നെ, അല്ലെങ്കിൽ ലൈക്ക് തുടക്കത്തിൽ സ്പീക്കർ സംസാരിച്ച പോലെ എല്ലാവരുടെയും പേരൻസിന്റെ ആഗ്രഹമാണ് നമ്മളെ ഒരു നല്ല നിലയിൽ ഡോക്ടറാക്കുക, എഞ്ചിനീയർ ആക്കുക എന്നുള്ളതിൽ നമ്മളെ ഒരു ഹയർ എഡ്യൂക്കേഷൻ, ഒരു ഉന്നത വിദ്യാഭ്യാസം അടിപൊളിയായിട്ട് തരാന്നുള്ളത് എല്ലാവരും ലൈക്ക് എൻ്റെ പേരൻസിനും ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ട് എന്നോട്, നീ ലൈക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കും, നല്ലൊരു ഇതളവ്, എൻ്റെ സിവിൽ സർവീസ് എടുക്കാം, അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയാ എഞ്ചിനീയറിംഗ് എടുക്കാം, അല്ലെങ്കിൽ ടീച്ചർ ആവാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് ആ സമയത്തൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തീരെ അറിയില്ല. കാരണം നമ്മൾ വിചാരിക്കും ആ ഒരു കോഴ്സ് എടുക്കാം, പക്ഷെ അപ്പോൾ അതിലേക്കും അത് ശരിയാവും. പിന്നെ അതിന്റെ ഇടയിലാണ് നമ്മൾ അതിന്റെ ഇടയിൽ എപ്പോഴോ എവിടെന്നോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയും ഹോസ്പിറ്റലിലൂടെ നടക്കുന്ന വഴിയിലും പല രീതിയിൽ നമ്മൾ ഡോക്ടർമാരായിട്ട് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ബന്ധുക്കളുടെ കൂടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടുകാരുടെ കൂടെയൊക്കെ ഹോസ്പിറ്റലിലേക്കും വഴികളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ലൈക്ക് ഇങ്ങനെ ഡോക്ടറെ കാണുകയും എന്നാ പിന്നെ ഡോക്ടർ ആയാലോ ഇറ്റ്സ് ലൈക്ക് ഡോക്ടർ ആയാലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആ സമയമുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് എന്തില്ല, നമുക്ക് യാതൊരു ഐഡിയ ഇല്ല എങ്ങനെ ഒരു ഡോക്ടർ ആവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വളരെ സിൻസിയർ ആയിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യം പറയും കേട്ടോ. ഞാൻ 10th കഴിഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ലൈക്ക് എങ്ങനെയാ ഡോക്ടർ ആവുക, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ. സോ ആ സമയത്ത് മെജോറിറ്റി ആൾക്കാർ, ഞാൻ 10 ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ 8 ആളും എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ്. ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു ഡോക്ടർ ആവുക, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു ആര് പറഞ്ഞത്, മെജോറിറ്റി ആൾക്കാരും പറഞ്ഞത്. പിന്നെ കുറച്ചറിയുന്ന പറഞ്ഞ 2-3 ആൾക്കാരുണ്ടായിരുന്നു. അവരെന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയോ,
കിട്ടൂല, നിനക്കൊന്നും എന്ത് ചെയ്യില്ല, ഒരിക്കലും കിട്ടാൻ പോണില്ല. കാരണം അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക്, പട്ടണങ്ങളിൽ താമസിക്കുന്നവർക്ക്, വലിയ ടൗണിലുള്ളവർക്ക്, വലിയ രീതിയിൽ കോച്ചിങ്ങുകളും സാധനങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഒരുപാട് പണമുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്. നമ്മളൊക്കെ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എന്ത് കിട്ടാൻ പോണില്ല, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കിട്ടാൻ പോണില്ല, ഞങ്ങൾ ഭയങ്കര നമുക്ക് കിട്ടാൻ പോണില്ല, ഭയങ്കര ഡീമോട്ടിവേറ്റിംഗ് വർത്താണ് അല്ലേ. നമ്മൾ പറയും നെഗറ്റീവ് ഓൺലി, ഭയങ്കര നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ആളുകൾ, ഇങ്ങനത്തെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. സോ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ 10ാം ക്ലാസ്സിലും +1-നും +2-നും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതൊക്കെ എങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം എന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് ചെയ്തു, കൺഫ്യൂഷൻ ആയി പോയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര രീതിയിൽ കൺഫ്യൂഷൻ ആയി പോയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കൊന്നും എന്തുണ്ടായിരുന്നില്ല, ഇങ്ങനെ വന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ കൃത്യമായിട്ട് അറിയുന്ന ഒരാളോടൊന്ന് ചോദിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആരോട് ചോദിക്കണം എന്നറിയില്ല. സോ അത്തരം അവസരത്തിലാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ, നിങ്ങളുടെ നാട്ടിൻപുറത്ത് തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവര് നിങ്ങൾക്ക് ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഗൈഡൻസുമായിട്ട് വരണം എന്നാണ്. സോ തികച്ചും ഭയങ്കരമായിട്ട് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര നല്ല രീതിയിൽ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഒരു പ്രദേശത്ത് തുടങ്ങാനും അതുവഴിയിട്ട് ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ആൻഡ് ഞങ്ങൾ ഇന്നലെ ഫർദർ ഡിസ്കസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു ഡോക്ടർ എങ്ങനെ ആവാം അല്ലെങ്കിൽ നീറ്റ് എങ്ങനെ എഴുതാം എന്നുള്ളത് മാത്രമല്ല, മറ്റ് രീതികളിലേക്ക് എങ്ങനെ പോകാന്നുള്ള സെഷൻസ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്കമിങ് സെഷൻസിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി വരും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്കമിങ് സെഷൻസ് ഒക്കെ വരും. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നീറ്റ് ക്രാക്ക് ചെയ്യുക, നീറ്റ് എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം, നീറ്റിനുള്ള ടിപ്സ് എന്തൊക്കെയാണ്, ട്രിക്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നീറ്റിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ബേസിക്കലി പറയാനുള്ളത്. സോ ബേസിക്കലി ലൈക്ക് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഞാനൊരു ഒരു സ്റ്റോറി പറയാം, ഒരാളുടെ സ്റ്റോറി. ആക്ച്വലി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഡോപ്പ കാലിക്കറ്റ് ബുക്ക് മാർക്സും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ചെയ്യുന്നത്. സോ ഡോപ്പ എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു കൂട്ടം ഡോക്ടർമാരുടെ കൂട്ടായ്മയാണ്. ലൈക്ക് ഞാൻ ഡോക്ടർ ആഷിഖാണ്. അതുപോലെ ലൈക്ക് ഡോക്ടർ ആഷിഖ് എന്ന് പറയുന്നത് ഡോപ്പയുടെ ഒരു ഫേസ് മാത്രമാണ്, ഒരാളൊന്നും അല്ല, ഒരുപാട് ആളുകൾ, ഒരുപാട് ഡോക്ടേഴ്സ്, ഒരു 40-50ഓളം ഡോക്ടേഴ്സ് വളരെ ആക്റ്റീവായിട്ട് ഡോപ്പയുടെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക് മെറ്റീരിയൽസ് തയ്യാറാക്കുന്നതിലാണെങ്കിലും, ക്ലാസ്സുകൾ എടുക്കുന്നതിനാണെങ്കിലും, അല്ലെങ്കിൽ അവരെ മെന്റർ ചെയ്ത് കൊണ്ടുപോകുന്നതിനാണെങ്കിലും, എക്സാം നടത്തുന്നതിനാണെങ്കിലും, നോട്ടുകൾ എഴുതുന്നതിനൊക്കെ തന്നെ ഒരുപാട് ഒരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇതിനകത്ത് നമ്മളുടെ ഒരു ഡോക്ടറുടെ, ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ എന്റെ കഥ പറയുകയാണെങ്കിൽ അതൊരു കഥയാണ്. അതുപോലെ നിങ്ങൾ കഴിഞ്ഞു വരാൻ പോണ തഫ്ഷീർ ഡോക്ടറുടെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു കഥയാണ്. സോ അങ്ങനെ ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൽ അവര് കഷ്ടപ്പെട്ടതിന്റെ, അവർ അധ്വാനിച്ചതിന്റെ, അവർ സ്വപ്നം കണ്ടതിന്റെ ഒരുപാട് കഥകളുണ്ട്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിട്ടുള്ള, അത് നമ്മുടെ ഡോപ്പയിലുള്ള ഒരു മെന്ററുടെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് തുടങ്ങാം. സോ ഓക്കെ, സോ താങ്ക് യു ഫോർ വെയിറ്റിംഗ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിയർ ആണല്ലോ അല്ലെ? സൗണ്ട് ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും കേൾക്കാമല്ലോ? ഒന്ന് പറയാമോ, സൗണ്ട് ക്ലിയർ ആണോ, ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയോ? താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാല്, ഇങ്ങനെ ഒരു കുട്ടി, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാണ്, പഠിക്കണം എന്നുള്ള വളരെ ആഗ്രഹം, എന്ത് പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ്, ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പം അവർ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണഗതിയിൽ സാധാരണ സ്ഥലത്തുള്ള ഒരു സ്ഥലത്താണ് അവർ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ ഈ ഒരു നിലയിൽ അവർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് എന്തില്ല, കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൈഡൻസോ കാര്യങ്ങളോ ഇല്ലാത്തതിന്റെ പേരിൽ അവർ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലൂടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവർ പഠിക്കാൻ നേരത്തും അവർക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസോ സാധനങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ ഫസ്റ്റത്തെ ഹൈലൈറ്റ് ആയിട്ട് ആ കുട്ടി പറയുന്നത്. അതായത് ചോദിക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ പഠിക്കുന്നു. അപ്പൊ തുടക്കത്തിൽ നമ്മുടെ ലൈക്ക് നമ്മൾ പ്രിസൈഡിങ് സ്പീച്ചിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുടക്കത്തിൽ തന്നെ നമ്മൾ ടീച്ചേഴ്സിന് തന്നെ നമ്മളെ സംശയമാണ്. ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ പറയാണ് എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് പഠിക്കണം. ആ ഒരു നിലയിൽ ടീച്ചേഴ്സിനോട് തന്നെ പറയുന്ന സമയത്ത് ടീച്ചേഴ്സ് തന്നെ പറയാണ് നിനക്കൊക്കെ ആവാൻ പറ്റൂ, നീയൊന്നും ആവില്ല, കാരണം നിന്നേക്കാളൊക്കെ നല്ല പഠിക്കുന്ന എത്ര അധികം കുട്ടികളുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ തളർത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ തളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് തോന്നും. ഇവരൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, നമുക്ക് ഇത്ര അധികം ആഗ്രഹം ഉണ്ടായിട്ടെന്നൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നം തോന്നും. പിന്നെ നമുക്ക് മിക്കവാറും കുട്ടികൾക്കൊക്കെ തോന്നുന്ന കാര്യമാണ്, നമുക്ക് നമ്മളുടെ തന്നെ കഴിവിലൊരു വിശ്വാസം ഇല്ലാത്ത പോലെ, അതായത് നമ്മൾ തന്നെ എന്താണെന്ന് അറിയില്ല, നമ്മൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ ആ ഒരു നിലയിലൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക് എന്തുണ്ടാവും, ഈ കാര്യങ്ങളെല്ലാം തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ഒരാള് അതിനുശേഷം +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു യാതൊരു വിധത്തിലുള്ള, ഹലോ സൗണ്ട് ക്ലിയർ അല്ലേ? ആണല്ലോ, സൗണ്ട് ക്ലിയർ ആണല്ലോ. സോ ഇപ്പോ എന്താ ഞാൻ പറയുന്നത്, സോ അത്തരത്തില് വളരെയധികം ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു.
അൺഫോർച്ചുനേറ്റ്ലി ആരും ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊന്നും യാതൊരു വിധത്തിലുള്ള ഐഡിയയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മുന്നോട്ട് വന്ന് പഠിക്കാനൊക്കെ തുടങ്ങി. നമ്മൾ വളരെ ശ്രമിച്ചു, പക്ഷെ എന്നാൽ പോലും ഫസ്റ്റ് ചാൻസിലൊന്നും നീറ്റോ കാര്യങ്ങളോ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം എന്താ ചെയ്യുന്നത്, ഇവര് നോക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ഇവര് നോക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, എന്തായാലും റിപ്പീറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ അന്ന് ആ കാലത്തൊക്കെ നാട്ടിലൊക്കെ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ റിപ്പീറ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നീറ്റ് കിട്ടുള്ളൂ, റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ നീറ്റ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. നേരെ പോയി ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്ത് പോയിട്ട് അവർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തു. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷം പോയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയിട്ട് പഠിക്കുകയാണ്. സോ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാ പഠിക്കേണ്ടതെന്നും ഐഡിയ ഇല്ലാത്ത രീതിയിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കോഴ്സ് റിപ്പീറ്റിംഗ് പോലത്തെ ഒരു കാര്യം ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റാത്തത്, ഒരിക്കലും നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റില്ല. ഈ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ഫസ്റ്റ് ചാൻസിൽ റാങ്ക് കിട്ടിയിരുന്നത് ആക്ച്വലി 17,000 സംതിങ് എന്തായിരുന്നു. അതായത് +2 കഴിഞ്ഞിട്ട് നേരെ എഴുതുമ്പോൾ 17,000 സംതിങ് ആയിരുന്നു റാങ്ക് കിട്ടിയത്. ഒരു കാര്യമില്ലാതെ പോയി റിപ്പീറ്റ് ചെയ്തു, ഒരു ഐഡിയ ഇല്ലാതെ പോയി റിപ്പീറ്റ് ചെയ്തു. അതിനുശേഷം റാങ്ക് കിട്ടിയത് 27,000. എത്രയാണ് കിട്ടിയത്? 27,000. ആദ്യത്തെ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 10,000 റാങ്ക് പുറകിലേക്ക് പോയി. അതിനുശേഷം ആ കുട്ടീനെ എല്ലാരും കൂടി പറഞ്ഞു, മോളെ നിന്നെ കൊണ്ട് പറ്റൂല, നീ പിന്നെ അത് തന്നെയാ പറയുന്നത്, അതായത് മോളെ നിന്നെ കൊണ്ട് പറ്റൂല, നീ പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നീ പഠിച്ചിട്ട് എന്ത് ചെയ്തില്ല, കാര്യമില്ല, കാരണം നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ മോശം റാങ്കിലേക്കാണ് പോയത്. അങ്ങനെ മോശം റാങ്കിലേക്ക് പോകുന്ന ഒരാൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യോ, വീണ്ടും ഒന്നുകൂടി ഒന്ന് പഠിക്കുന്നതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടീനെ എന്ത് ചെയ്തു, തിരിച്ച് അവർ വന്ന മഹാരാഷ്ട്രയിലേക്ക് തന്നെ തിരിച്ച് പാക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു അവിടെ പോയിട്ട് അവിടെ ഒരു അഗ്രികൾച്ചർ BSc അഗ്രികൾച്ചർ ഒരു കോളേജിൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. സോ ഇവരോട് പോയി BSc അഗ്രികൾച്ചർ ക്ലാസ്സിന് കയറി, ഒരു മാസമൊക്കെ ക്ലാസ്സിനൊക്കെ കയറി ഇരുന്ന സമയത്തുണ്ട് ഇവർക്ക് ഇങ്ങനെ മനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിൽ അതിയായ ആഗ്രഹമാണ്, ഇവരുടെ മനസ്സിൽ ഭയങ്കര ശക്തിയായ ആഗ്രഹം വരാണ്. ഈ ആഗ്രഹത്തിൽ ഇവര് നേരെ തിരിച്ച് അവിടുന്ന് കോളേജിൽ നിന്ന് പറയാണ് എനിക്ക് വയ്യ. എന്നിട്ട് അച്ഛൻ അവർ പറയുന്നത് വെച്ചാൽ ഇവരുടെ ഒരു സാധാരണ കുടുംബമാണ്, സാധാരണ കുടുംബത്തിന് വളരെയധികം താങ്ങാനാവാത്ത രീതിയിലുള്ള ഫീസും ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ പോലും അച്ഛൻ്റെ അടുത്ത് പോയി കരയാണ്, അച്ഛാ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല, എനിക്ക് റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് MBBS എടുക്കണം, അതല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പൊ അച്ഛൻ പറഞ്ഞ എന്തെങ്കിലും മോളുടെ ആഗ്രഹമല്ലേ, മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വട്ടം റിപ്പീറ്റ് ചെയ്തപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചമായി വന്നു. കാരണം ഇവർ 27,000 നിന്ന് 7,000 എത്തി, റിപ്പീറ്റ് ചെയ്തപ്പോൾ 7,000 എത്തി. ഈ 7,000 എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറ്റാന്നറിയോ, ഒരിക്കലും കേരളത്തിൽ ഒരു MBBS സീറ്റ് കിട്ടില്ല, പ്രൈവറ്റിൽ നോക്കണം, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിംഗിൽ നോക്കണം. സെൽഫ് ഫിനാൻസിംഗിലോ അല്ലെങ്കിൽ പ്രൈവറ്റിലോ ഒന്നും സാധാരണ ആളുകൾ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ വീട്ടിലോ അല്ലെങ്കിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ മറ്റു പലരുടെയും വീട്ടുകളിൽ നമുക്ക് എത്തിക്കാൻ പറ്റില്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു 95% ആളുകൾക്കും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളൊക്കെ. സോ ഇവരെന്ത് ചെയ്തു, ഇവർ പറഞ്ഞു ഒരു രക്ഷയില്ല. അപ്പൊ ഇവരെ നമ്മൾ പരിയാരം എന്നൊക്കെ അറിയാലോ, കണ്ണൂര് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഉണ്ട്, അവിടെ പോയിട്ട് ആയുർവേദ ഡോക്ടർ ആവാൻ വേണ്ടി പഠിച്ചു. സോ അവർ നോക്കുമ്പോൾ ഈ കുട്ടി പറയുന്നത് വെച്ചാൽ എന്റെ സ്വപ്നമാണ് ഒരു ഡോക്ടർ ആവാന്നുള്ളത്, അപ്പൊ ഞാനൊരു ഡോക്ടർ ആവും. പക്ഷെ ആയുർവേദ ഡോക്ടർ എങ്കിൽ ആയുർവേദ ഡോക്ടർ, നേരെ ആയുർവേദ കോളേജിൽ പഠിച്ചു. ഇത്തവണ 1 മാസമല്ല 2 മാസം പഠിച്ചു. അവിടെ 2 മാസം പഠിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും തോന്നുകയാണ് പറ്റത്തില്ല, എന്നെ കൊണ്ട് പോയി. പക്ഷെ ഇത്തവണ സപ്പോർട്ട് ചെയ്യാൻ സ്വന്തം അച്ഛൻ പോലും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം സപ്പോർട്ട് ചെയ്യാൻ അച്ഛൻ ഉണ്ടായിരുന്നു, ഇത്തവണ സപ്പോർട്ട് ചെയ്യാൻ സ്വന്തം അച്ഛൻ പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവർ പഠിക്കാൻ തുടങ്ങി. ഇരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്നു, വീട്ടുകാരൊക്കെ കുറ്റം പറയാൻ തുടങ്ങി. കാരണം ഒരു ഡോക്ടർ ആവാൻ, ഒരു ആയുർവേദ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടി, ആ അവസരം വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് വരേണ്ടി വന്നില്ലേ. സോ അതിൽ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഭയങ്കര മെന്റൽ പ്രഷർ ആയിരുന്നു, ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. അതിനൊക്കെ ശേഷം നെക്സ്റ്റ് ഇയറിൽ, അതായത് എത്രാമത്തെ അറ്റംപ്റ്റ് ആണെന്ന് ആലോചിക്കണം, 4ാമത്തെ അറ്റംപ്റ്റ്. ഫസ്റ്റ് അറ്റംപ്റ്റ് പോയി, സെക്കൻഡ് അറ്റംപ്റ്റ് റിപ്പീറ്റ് ചെയ്തു, 2ാമത്തെ അറ്റംപ്റ്റ് റിപ്പീറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല, എന്നിട്ട് 3ാമത്തെ വട്ടം റിപ്പീറ്റ് ചെയ്തു. അതായത് 4ാമത്തെ അറ്റംപ്റ്റ് നീറ്റ് എഴുതുന്ന സമയത്ത് ഇവർക്ക് റാങ്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് 190 സംതിങ്ങിൽ റാങ്ക് കിട്ടി. ആൻഡ് അവർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 3rd ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ. ആക്ച്വലി ഉള്ള ഒരാളാണ്, നമ്മുടെ ജൂനിയർ ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. സോ ഇവർ പറയുന്നത് വെച്ചാൽ നമ്മുടെ സ്വപ്നത്തിന്റെ തീവ്രത അത്രയും കഠിനമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് അവർ അങ്ങോട്ടേക്ക് എത്തിയത്. അതല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. പിന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ അത്ര സ്വപ്നത്തിന് കരുത്തില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് എന്റെ അത്ര സ്വപ്നത്തിന് കരുത്തില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും ഒന്നുകിൽ അഗ്രികൾച്ചറിനോ അല്ലെങ്കിൽ ആയുർവേദം മോശമാണോ അഗ്രികൾച്ചർ മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ആ ഏതെങ്കിലും ഒരു സബ്സിഡറി കോഴ്സ്, നമ്മൾ മെയിൻ കോഴ്സ് അല്ലെങ്കിൽ മെയിൻ ഗോൾ എന്ന് വിചാരിച്ചാത്ത ആ ഒരു കാര്യം എടുത്തിട്ട് അതിലേക്കും ആയി പോയിരുന്നേനെ എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ഫൈനലി ഈ കുട്ടി ആഡ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമുക്ക് നമ്മളെ കരുത്തുള്ള സ്വപ്നം ഉണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള
സ്വപ്നം അല്ലെങ്കിൽ കൂടി നമുക്ക് കൃത്യമായ ഒരു ഓറിയന്റേഷൻ കിട്ടുകയാണെങ്കിൽ, കൃത്യമായ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടണം. കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടത്, എപ്പോഴാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ആ ഒരു തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ കിട്ടുമായിരുന്നെങ്കിൽ ആദ്യത്തെ വട്ടം 17,000 റാങ്ക് കിട്ടി എനിക്ക്, രണ്ടാമത്തെ വട്ടമെങ്കിലും 7,000 റാങ്ക് കിട്ടുമായിരുന്നു. ആദ്യത്തെ വട്ടത്തെ 17,000 എന്നുള്ള റാങ്ക് എന്റെ ഒരിക്കലും ലൈക്ക് എന്താ പറയാ നമ്മുടെ ഒരു എന്താ പറയാ 27,000 അങ്ങനെ ഒരു മോശം റാങ്കിലേക്ക്, ആദ്യത്തിനേക്കാൾ മോശമായ ഒരു റാങ്കിലേക്ക് പോവില്ലായിരുന്നു എന്ന് കുട്ടി വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് ലൈക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇത് ഡോപ്പയിലുള്ള ഒരു മെന്ററുടെ സ്റ്റോറിയാണ്. അതായത് എങ്ങനെയാണ് കുട്ടികൾ പഠിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെന്ററുടെ സ്റ്റോറിയായത്. സോ ഒരുപാട് തവണ പരാജയങ്ങളിൽ നിന്ന് അതിൽ നിന്ന് കഠിനമായിട്ട് പരിശ്രമിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറി വന്നിട്ടുള്ള ഈ കുട്ടി ഇപ്പൊ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഈ പറഞ്ഞ ആള് ഇതുപോലെ ഇത്രയധികം കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാൾ എന്താ പറയുന്നത്? എല്ലാവരും റിപ്പീറ്റ് ചെയ്യണം എന്നാണോ പറയുന്നത്, അതോ എല്ലാവരും ഫസ്റ്റ് ചാൻസ് വാങ്ങണം എന്നാണോ പറയുന്നത്? നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാവോ? ഈ കുട്ടി ഇപ്പോ പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ പറ്റുകയാണെങ്കിൽ ഇതേ മെന്റർ, ഞാനിപ്പോ പറഞ്ഞ ആളെ ഞാൻ പേര് പറയാത്തതിന്റെ കാര്യം തന്നെയാണ്, പറ്റുകയാണെങ്കിൽ നമ്മൾ ഇവരുടെ തന്നെ ഡയറക്ട്ലി ഒരു സെഷൻ, ലൈവ് സെഷൻ നമ്മൾ വെക്കുന്നുണ്ട്. നമ്മളിപ്പോ നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇവരുടെ തന്നെ ലൈവ് സെഷൻസ് വെക്കുന്നുണ്ട്. ഇവർ പറയുന്നത് എന്താ വെച്ചാല്, ഒട്ടുമില്ല, ഒന്നും പഠിക്കാനില്ല, ഭയങ്കര സിമ്പിൾ സാധനമാണ്. ഞാൻ +2 പഠിച്ച അതേ കാര്യം തന്നെയാണ്, നമ്മൾ +2 പഠിച്ച അതേ കാര്യം തന്നെയാണ് എവിടെ പഠിക്കാനുള്ളത് എൻട്രൻസ് ചോദിച്ചത്. എനിക്ക് സ്കൂളിൽ എന്റെ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ലോസ് ഓഫ് മോഷനിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക് എൻട്രൻസിന് അവസാനം ചോദിച്ചത്. സോ അവർക്ക് വെച്ചാൽ അന്നേ എന്നോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരായിരുന്നെങ്കിൽ, ഇതേ ലോസ് ഓഫ് മോഷൻ ആണ്, ഇതൊന്നും വൃത്തിയായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇതേ 1 ഡയമെൻഷൻ മോഷൻ ആണ്, ഇതൊന്നും വൃത്തിയായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ആരെങ്കിലും എനിക്ക് അന്നേ പറഞ്ഞു തരായിരുന്നെങ്കിൽ എനിക്ക് എന്തിനും 3 വർഷം നഷ്ടമായി എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടി. അതുകൊണ്ടാണ് ഇപ്പൊ കുട്ടികളോട് നമ്മളിപ്പോ ഓരോരുത്തരും ടോപ്പിൽ ഇങ്ങനെ ഓരോരുത്തർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഓരോ ഡോക്ടർമാർക്ക് നമ്മൾ ചെറിയൊരു ഇന്റർവ്യൂ വെക്കുന്നുണ്ട്. അതായത് നല്ല വർക്ക് കപ്പാസിറ്റി ഉള്ള, വർക്ക് ചെയ്യാൻ അത്രയും താല്പര്യമുള്ള കുട്ടികളെ, അത്രയും താല്പര്യമുള്ള ഡോക്ടേഴ്സിനെ മാത്രമാണ് നമ്മൾ ഡോപ്പയിലേക്ക് കൊണ്ടുവരുന്നത്. സോ ആ ഇന്റർവ്യൂ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഡോപ്പയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇനി വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ പഠിച്ച സമയത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ച സമയത്ത് ഞങ്ങൾ ശരിയായ രീതിയിലല്ല എല്ലാ കാര്യങ്ങളും പഠിച്ചത്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് തെറ്റായിട്ടുള്ള രീതിയിലാണ്, ചില സാധനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് തെറ്റായിട്ടുള്ള രീതിയിലാണ്. അതുപോലത്തെ തെറ്റുകൾ അല്ലെങ്കിൽ അതുപോലത്തെ മിസ്റ്റേക്കുകൾ ഇനി വേറെ ആർക്കും വരരുത്. ഞങ്ങളുടെ അനിയന്മാര് അല്ലെങ്കിൽ ഇനി വരുന്ന അപ്കമിങ് നീറ്റ് ആസ്പിരൻസിന് ഇതുപോലത്തെ മിസ്റ്റേക്കുകൾ ഇനി ഒരിക്കലും വരരുത്. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. സോ അതുപോലെ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്. സോ ബേസിക്കലി ഞാൻ എന്റെ സ്റ്റോറിയിലുള്ള എന്റെ ഏറ്റവും വലിയ ഫോൾട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എൻക്വയറി ചെയ്ത ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരിക്കലും ഇല്ലടാ, പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല. കാരണം വെച്ചാൽ എന്റെ നാട് എങ്ങനെയാണെന്നറിയോ? എന്റെ നാടിനെ പറ്റി ഇപ്പോ എല്ലാരും കളിയാക്കിയാണ് എന്നെ പറയാറ്. പക്ഷെ ഞാൻ എന്തായാലും നിങ്ങളോട് പറയാം, എന്റെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ടൗണിൽ പോയി ബസ് കാത്തു നിന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൂടുമ്പോഴേ എനിക്കൊരു ബസ് ഉള്ളൂ. അതായത് ഒരു ബസ് അവിടെ നിന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ 1.5-2 മണിക്കൂർ കൂടുമ്പോഴാണ് അടുത്ത ബസ് വരിക. അപ്പൊ അതായത് ഒരു ബസ് മിസ്സായി പോയി നമ്മൾ 1 മണിക്കൂർ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കണം. അങ്ങനെയാണ്. സോ അവിടെ തൊട്ടടുത്ത് നമ്മുടെ നാട്ടിൽ ഒരു UP സ്കൂൾ മാത്രമേ ഉള്ളൂ, ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി സ്കൂളോ ഇല്ല. അപ്പൊ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ആണെങ്കിൽ ടൗണിൽ പോകണം, ടൗണിൽ പോയിട്ട് കാത്തു നിൽക്കണം. സോ നിങ്ങൾക്ക് ഒരു ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും അതിന്റെ അവിടുത്തെ ഒരു സാഹചര്യങ്ങളും സംഗതികളൊക്കെ. എന്റെ കൂടെ +2 പഠിച്ചിട്ട് ഡിഗ്രിക്ക് പോയ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ബാക്കി ആൾക്കാരൊക്കെ ചെറിയ ചെറിയ ജോലിക്ക് പോയി, അവർക്ക് നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്, അവർക്ക് നല്ല നിലയിലാണ് ജീവിക്കുന്നത്. പക്ഷെ വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ ആ ഒരു സ്വപ്നത്തിലേക്ക് അങ്ങോട്ടേക്ക് വന്നെത്തുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ടാണ് ഞാൻ പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കുന്നത്. പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് വെച്ചാൽ, കിട്ടൂല, നിനക്ക് കിട്ടൂല, അങ്ങനെ പറഞ്ഞത്. സോ കിട്ടൂല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നാന്നറിയോ? ഇല്ല, കിട്ടൂല, എന്നാ പിന്നെ പോയി കളിച്ചേക്കാം. ഞാൻ എന്താ ചെയ്തേ? നേരെ പോയിട്ട് ഒരു ഫുട്ബോളിന്റെ ബൂട്ട് വാങ്ങി. നേരെ ഒരു ഫുട്ബോളിന്റെ ബൂട്ട് വാങ്ങി, ഒരു സെറ്റ് ബൂട്ട്, പിന്നെ അതിനുള്ള ജേഴ്സി സാധനങ്ങളൊക്കെ വാങ്ങും. നേരെ ക്ലാസ് സ്കൂൾ വിട്ട് കഴിയും, നേരെ ബസ്സിനൊക്കെ കയറി, പറഞ്ഞ കഷ്ടപ്പെട്ടൊക്കെ വരുന്നത്. വന്ന് നേരെ കയറി നാളെ നമ്മുടെ അടുത്തുള്ള UP സ്കൂളിന്റെ ഗ്രൗണ്ടിൽ പോകും, അവിടെ കിടന്ന് ഫുട്ബോൾ കളിക്കും. വൈകുന്നേരം വരെ കളി കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയി ഇരിക്കും, വെറുതെ ഇരിക്കും. അതിന്റെ ഇടയിൽ പഠിക്കില്ല എന്നല്ല, കുറച്ച് പഠിക്കും. എത്ര പഠിക്കും? 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ. സ്കൂൾ എക്സാമിന് എത്ര വേണം, അല്ലെങ്കിൽ സ്കൂളിൽ നെക്സ്റ്റ് ഡേയിലേക്ക് ടീച്ചർ എന്തെങ്കിലും അസൈൻമെന്റ് തന്നിട്ടുണ്ടോ, ഹോംവർക്ക് തന്നിട്ടുണ്ടോ, അത് മാത്രം ചെയ്യും. മാത്സ് ടീച്ചർ ചിലപ്പോൾ കുറച്ച് പ്രോബ്ലം ചെയ്യാൻ പറയുന്നുണ്ടാവും, അത് മാത്രം ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എന്തില്ല, നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹത്തിന് വളം ഇട്ട് തരാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞ വെച്ചാൽ എന്തായാലും കിട്ടൂലല്ലോ, കിട്ടാത്ത സാധനത്തിന് വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല. കാരണം കേരളത്തിൽ ഇത്രയധികം റിപ്പീറ്റേഴ്സ്, ഇത്രയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത്രയധികം ആൾക്കാർ, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് എന്തിനു വേണ്ടിയിട്ട് പഠിക്കണം? ആർക്കും എന്തായാലും നമുക്കായിട്ട് ആർക്കും ഒന്നും കിട്ടാനൊന്നും പോണില്ല, ഒരിക്കലും കിട്ടാൻ പോണില്ല. സോ ഡെഫിനറ്റ് ആയിട്ടും അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ പഠിച്ചത്. സോ എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ ഫോൾട്ട് അതായിരുന്നു. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്റെ ജീവിതത്തിലുള്ള ഒന്നാമത്തെ ഫോൾട്ട് അതാണ്. എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചില്ല എന്നുള്ളതാണ്. എപ്പോൾ പഠിച്ചില്ല? +1 +2 കൂടെ പഠിച്ചില്ല.
പഠിച്ചില്ല എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം കുട്ടികളെ, ഈ +1 +2 നിങ്ങൾക്ക് കയ്യിൽ തരുന്ന ബുക്കുകളുണ്ട്, NCERT പുസ്തകങ്ങൾ, ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, NCERT പുസ്തകങ്ങൾ, സ്കൂളിൽ എന്താണ് പഠിക്കുന്നത് അതേ ടെസ്റ്റുകൾ, ഇതേ ടെസ്റ്റുകൾ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇതേ ടെസ്റ്റുകൾ, സെയിം ടെസ്റ്റ് ആണ് വെച്ചിട്ടാണ് നമുക്ക് എൻട്രൻസിന് ക്വസ്റ്റ്യൻ വരാം. ഒരു സംശയം വേണ്ട, 100% ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നിങ്ങൾ +1 ഞാനിപ്പോ എനിക്ക് പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞവരും +1 +2 കഴിഞ്ഞവരും റിപ്പീറ്റേഴ്സും എല്ലാവരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ച ഒരു ചാപ്റ്റർ ഉണ്ട്. ഏതാ ചാപ്റ്റർ? കറണ്ട് ഇലക്ട്രിസിറ്റി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? റെസിസ്റ്റേഴ്സ്, ലൈക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും അറേഞ്ച് ചെയ്യുക. ആൻഡ് സീരീസ് ആയിട്ട് റെസിസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? ടോട്ടൽ റെസിസ്റ്റൻസ് ആരെങ്ങനെ കണ്ടുപിടിക്കും? ആരാ പറയാ? ചാറ്റ് ബോക്സിൽ പറഞ്ഞു തന്നാൽ മതി. സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം അല്ലെ, ടോട്ടൽ R ടോട്ടൽ = R1 + R2 R3 R4 R5 എല്ലാം അങ്ങനെ കൂട്ടി എടുക്കുക, ആഡ് ചെയ്തെടുക്കുക. അതിന് പാരലൽ ആണെങ്കിൽ എന്താ ചെയ്യുക? പാരലൽ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പാരലൽ ആണെങ്കിൽ 1/R = 1/R1 + 1/R2 എന്നിട്ട് അത് നമ്മളിങ്ങനെ ലൈക്ക് ഫ്രാക്ഷണൽ നമ്പർ ആകുമ്പോൾ അതിങ്ങനെ കൂട്ടി തിരിച്ചിട്ട് കണക്കൂട്ടി എടുക്കണം. വലിയ പാടായിരിക്കും അല്ലെ? സോ നമുക്ക് എളുപ്പമാണ് ആക്ച്വലി. രണ്ട് റെസിസ്റ്റൻസ് ഒക്കെയാണ് പാരലൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പക്ഷേ എൻട്രൻസിന് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം? എൻട്രൻസിന് ക്വസ്റ്റ്യൻ ഇങ്ങനെ പൂക്കളറ്റ പോലെ റെസിസ്റ്റൻസ്, പൂക്കളറ്റ പോലെ. നമ്മൾ എങ്ങനെയൊക്കെ പറയാം, പണ്ട് നമ്മൾ എൻട്രൻസിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ പൂക്കളറ്റ പോലത്തെ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ അങ്ങ് വിട്ട് കളയുന്നു പറയും ചില കുട്ടികളൊക്കെ. അതെന്ന് വെച്ചാൽ കുറെ റെസിസ്റ്റൻസ് ഉണ്ടാവും, കുറെ എണ്ണം സീരീസ്, അതിനോട് കുറെ എണ്ണം പാരലൽ ആയതിനോട് വേറെ കുറെ എണ്ണം സീരീസ്, അതിൻ്റെ ഇടയിൽ ഒരൊറ്റ എണ്ണം വേറെ ഇരിക്കും. എന്നിട്ട് അവർ അതിന്റെ ഇടയിൽ ചോദിക്കും, എന്ത് ചോദിക്കും? ഇതിന്റെ ലൈക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടി പോണ കറണ്ട് എത്രയാണ്, അതിന്റെ ക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്, അതൊക്കെ ക്വസ്റ്റ്യൻ വരാം. സോ ഇങ്ങനെ പൂക്കളട്ട പോലെ റെസിസ്റ്റേഴ്സ് കൊണ്ട് പൂക്കളട്ട ആ ഒരു പടം കാണുന്ന സമയത്ത് നമ്മൾ എന്താ പറയും? ഇല്ല, ഞാൻ എന്തായാലും ഇത് പഠിക്കുന്നില്ല, എന്നെ കൊണ്ട് വയ്യാന്ന് പറയും അല്ലേ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? നമ്മൾ സ്കൂളിൽ പഠിച്ച അതേ 1/R = 1/R1 + 1/R2 + 1/R3 തന്നെയാണ് അവിടെ ചെയ്യുക. പക്ഷെ നമ്മൾ ഇതിൽ കൂടുതൽ ട്രെയിൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ നമുക്ക് എന്താ ചെയ്യാ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പേടിക്കരുത്, നമ്മൾ പതറരുത് എന്ന് പറയില്ലേ. പെട്ടെന്ന് നമ്മളിങ്ങനെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ, വലിയ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, വലിയൊരു ശത്രു, നിങ്ങൾ ജസ്റ്റ് വിചാരിക്കും വലിയൊരു ശത്രു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ അവഞ്ചേഴ്സിലൊക്കെ ഹൾക്കിനെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഭയങ്കര വലിയൊരു മനുഷ്യൻ. സോ ഇത്ര വലിയൊരു ശത്രു നിങ്ങളുടെ മുന്നിലേക്ക് നേരെ കയറി വന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ പേടിച്ചിട്ട് ഓടും. നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ അവൻ ഒറ്റയടിക്ക് നമ്മളെ കൊന്നുകളയും. സോ നമ്മൾ പറയും, എത്ര വലിയവനായാലും അവന്റെ മുമ്പിൽ നമ്മൾ മുഖത്തോട് മുഖം നോക്കി അവന്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കണം എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? സോ ഇതുപോലെയാണ്. സോ വലിയ ഇതുപോലത്തെ ക്വസ്റ്റ്യനും സാധനങ്ങളെല്ലാം കാണുമ്പോൾ ഈ ക്വസ്റ്റ്യന്റെ മുന്നിൽ നമ്മൾ നേരെ നിന്നിട്ട് നമുക്കത് സോൾവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു പവറാണ്. ആ പവർ എവിടെ നിന്നാ കിട്ടാന്നറിയോ? ജസ്റ്റ് ട്രെയിനിങ്, വെറും ട്രെയിനിങ്. ഞാൻ പറയുന്നത് നിസ്സാരമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഫിസിക്സ് ടീച്ചർ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഈ ഇക്വേഷൻ ഇല്ലേ, ഈ ഇക്വേഷൻ 1-2 രീതിയിൽ ചെറിയ ട്രിക്കുകൾ രീതിയിൽ പഠിക്കാം. ഇതിങ്ങനെ വലിയ ഇത്ര റെസിസ്റ്റൻസ് ഒന്ന് എങ്ങനെ യൂസ് ചെയ്യാം, അത്ര റെസിസ്റ്റൻസ് ഒന്ന് അങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് സാറുകൾ പറഞ്ഞുതരും. ഇപ്പൊ കുറച്ച് എന്റെ ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തബ്ഷീർ സാർ വരുന്നുണ്ട്. തബ്ഷീർ ഫിസിക്സിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയായിട്ട് ഫിസിക്സ് എടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് നമ്മളിത് ഫിസിക്സ് പഠിപ്പിക്കാൻ വേണ്ടി ഫിസിക്സ് പഠിച്ച ആൾക്കാരല്ല, നമ്മൾ എൻട്രൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫിസിക്സ് പഠിച്ച ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്സ് പഠിച്ച ആൾക്കാരാണ് തബ്ഷീറൊക്കെ. സോ ലൈക്ക് തബ്ഷീറിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അവന് ഒരേ ചാൻസ്, ഫസ്റ്റ് ചാൻസ് ആട്ടോ തബ്ഷീർ. ഇപ്പോൾ ഞാനും തബ്ഷീറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാളൊക്കെ എത്ര ബെറ്റർ ആണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ചാൻസിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ചാൻസിൽ തന്നെ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഫസ്റ്റ് ചാൻസിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഫസ്റ്റ് ചാൻസിൽ മെഡിക്കൽ എൻട്രൻസ് മാത്രമല്ല IIT അടക്കം ക്രാക്ക് ചെയ്ത ആളാണ്. സോ അവരോട് അവൻ കൃത്യമായിട്ട് പറഞ്ഞുതരും ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ലോജിക്കലി അപ്ലൈ ചെയ്യാം. സോ ഈ ഒരു തോട്ട്, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള അതേ സാധനം, നമ്മൾ പഠിച്ചിട്ടുള്ള ഇതേ റെസിസ്റ്റൻസിന്റെ സാധനം എങ്ങനെ ലോജിക്കലി അപ്ലൈ ചെയ്യാം, അതൊരു പ്രാക്ടീസ് മാത്രമാണ്. ആ പ്രാക്ടീസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ആ പ്രാക്ടീസ് എങ്ങനെ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അങ്ങനെ നിൽക്കുന്ന ആളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. മാക്സിമം നമ്മൾ വില്ലിങ് ആവുക വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏത് അറ്റം വരെ നമ്മൾ വർക്ക് ചെയ്യും. കാരണം നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്ക് നല്ല ശക്തിയായിട്ട് അറിയാം. നമുക്ക് വേണ്ടത് ഒരു മെഡിക്കൽ സീറ്റാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു എഞ്ചിനീയർ. ഞാൻ ഇപ്പൊ മെഡിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി മാത്രമല്ല പറയുന്നത്, നമുക്ക് എന്ത് സീറ്റാണ്, നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസ് സീറ്റാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ടത് സിവിൽ സർവീസ് കിട്ടിയിട്ടുള്ള ആളുകളുടെ കൂടെയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ കൂടെ. അതിനുവേണ്ടി അവർ ചെയ്യുന്ന വഴി, അവർ പോയ വഴി, അവർ നടന്ന വഴി കൃത്യമായിട്ട് വഴി വെട്ടിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ ഒരു കവിത പഠിക്കായിരുന്നു, റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞിട്ട്. അതായത് ലെസ് ട്രാവൽഡ് ആയിട്ടുള്ള റോഡുകളിൽ കൂടി നടക്കണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, നമ്മൾ നമ്മുടേതായിട്ടുള്ള പാത വെട്ടിത്തെളിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മീനിങ് ഫുൾ ആയിട്ട് ഭയങ്കര ഒരു കവിത. നിങ്ങൾ ഓർക്കുന്നുണ്ടോ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞ കവിത?
ഉണ്ട്, എന്നിട്ട് അതിനകത്ത് പശ്ചാത്താപം ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ റോഡ് നോട്ട് ടേക്കണല്ല, എല്ലാവരും എടുത്തിട്ടുള്ള റോഡുണ്ട്. എല്ലാവരും നടന്ന് 10-15 വർഷം ആളുകൾ നടന്ന് തേഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് വെട്ടിയിട്ടൊരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് നിങ്ങൾ കയറി കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. ആ വഴിയിൽ നിങ്ങൾ ഒന്ന് കയറി കിട്ടിയാൽ ഇതേ വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് നടന്ന് പോകാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും പറ്റും, എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യമാണ്. സോ ഈ ഒരു നിലയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ തരണം. ഞാൻ നിങ്ങളോട് അത്രേ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ? നിങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ റെഡിയാണോ? 10th CBSE അല്ല. ആരാണ് 10th CBSE? ഞാനാണോ ചോദിക്കുന്നത്? ഞാൻ 10th മലയാളം മീഡിയമാണ്. നമ്മുടെ വീട് ഞാൻ പറഞ്ഞു എന്റെ നാടിന്റെ കാര്യം കേട്ടോ. എന്റെ നാട്ടിലുള്ള ഹൈസ്കൂളിൽ ഞാൻ ലൈക്ക് 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച ആൾക്കാരാണ്. അതായത് സിമ്പിൾ ആയിട്ടുള്ള മലയാളം. ഞാൻ മലയാളം വാക്കുകൾ സാധനങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാൻ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാല് നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കുക, ഏറ്റവും വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ മനസ്സിലാക്കുന്ന സാധനങ്ങൾ ഇതിനെ വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. എത്രത്തോളം വർക്ക് ചെയ്യാൻ തയ്യാറാവണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ആക്ടിഫ് സാർ ഉണ്ട്. നിങ്ങൾ ഡോപ്പയിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ആക്ടിഫ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അവൻ പറയുന്നത് വെച്ചാല് നമ്മൾ വർക്ക് ചെയ്ത് നമുക്കൊരു അഹങ്കാരം വരാനുണ്ട്. എന്താ അഹങ്കാരം വരാനുള്ളത്? എന്ത് ക്വസ്റ്റ്യൻ ഇട്ടാലും നമ്മൾ ചെയ്യും എന്നുള്ള അഹങ്കാരം. എന്ത് ക്വസ്റ്റ്യൻ ഇട്ടാലും ഞാൻ ചെയ്യും. ഏത് ക്വസ്റ്റ്യൻ നീ ഇട്ടോ ക്വസ്റ്റ്യൻ ഇട്ടോ ഞാൻ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും ട്രെയിൻഡ് ആണ്. ഐ എം പ്രിപ്പയർഡ് ഫോർ ദാറ്റ് തിങ്. ഐ എം റെഡി ഫോർ ദ എക്സാം വരട്ടെ, ഞാൻ എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ആക്കും എന്നുള്ള നിലയിലുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരാനുണ്ട്. ഈ ഒരു കോൺഫിഡൻസ് വരുന്നത് വരെ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് യാ ബാബ എന്ന് പറയുന്ന സാറുണ്ടല്ലോ അല്ലെ. അപ്പൊ ഡോപ്പിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഉണ്ട് ഇവിടെ അല്ലെ. സോ കുഴപ്പമില്ല. അപ്പൊ നമ്മളെല്ലാരും നേരിട്ട് അറിയുന്ന ആൾക്കാരാണ്, ഉഷാറായിട്ടുള്ള ആൾക്കാരാണ്. സോ ഈ ഒരു നിലയിൽ വർക്ക് ചെയ്യാൻ റെഡിയാവാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നെക്സ്റ്റ് സെഷനിൽ ഇപ്പോ ഞാൻ ഒരുപാട് പറഞ്ഞങ്ങോട്ട് നീട്ടിക്കുന്നില്ല. നെക്സ്റ്റ് സെഷനിൽ ഞാൻ ഒരു 10 മിനിറ്റോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തബ്ഷീർ വരും. തബ്ഷീർ വന്നു കഴിഞ്ഞിട്ട് ഫിസിക്സിന്റെ ഉള്ള കുറെ പൊടിക്കൈകളും നുറുങ്ങു വിദ്യകളും എങ്ങനെ ഫിസിക്സിനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാം പറയും. ഓക്കെ, എല്ലാ കാര്യങ്ങളും പറയും. ഇത് പറഞ്ഞു തരുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് 1-2 കാര്യങ്ങൾ ലൈക്ക് ഞാൻ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ പറ്റി പറയാം. ലൈക്ക് ബയോളജി. ബയോളജിനെ പറ്റി എന്താ എല്ലാവരുടെയും അവസരം? എല്ലാവരുടെയും അഭിപ്രായം എന്താ ബയോളജിനെ പറ്റിയിട്ട്? ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യൂ ചാറ്റ് ബോക്സിൽ. നോക്കട്ടെ ആർക്കൊക്കെ പറയാൻ പറ്റുക, എന്തൊക്കെയാ പറയാൻ പറ്റുക എന്നുള്ള കാര്യം. ബയോളജിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും പറയണമെന്ന് വെച്ചാൽ പൊളി ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഡിഫിക്കൽട്ടി ഇല്ല. അതാണ് സംഭവം. വോളറ്റൈൽ, ഈസി, കുഴപ്പമില്ല, ഇങ്ങനത്തെ ഓരോരോ വാക്കുകൾ വരാം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ബയോളജി എന്ന് പറയുന്നത് ഭയങ്കര ലോജിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് എല്ലായിടത്തും ലോജിക്കൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്താ പറയാ, എല്ലായിടത്തും ലോജിക്കലാണോ? എല്ലാ ചാപ്റ്ററും ലോജിക്കലായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ പറയാം അല്ല, കുറെ സാധനങ്ങൾ ബൈ ഹാർട്ട് ആണെന്ന് പറയും. കുറെ സാധനങ്ങൾ എന്താണ് വളരെ ബൈ ഹാർട്ട് ആണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഏറ്റവും അടുത്ത് ഞാനിങ്ങനെ കൂടുതലായിട്ട് ഡെപ്തിൽ വായിച്ചു നോക്കുമ്പോഴും പിന്നെ അറിയുമ്പോഴാണ് അറിയാം നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ മോർഫോളജി, ആർക്ക് പറയുന്നുണ്ട് മോർഫോളജിയുടെ കാര്യമൊക്കെ, നമ്മളെ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ബയോളജിയിൽ ആക്ച്വലി NCERT പോലെ അത്ര ലോജിക്കലായിട്ട് എഴുതിയിട്ടുള്ള വേറൊരു ബുക്ക് ഇല്ല എന്ന് നമുക്ക് തോന്നും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയർ ബയോളജി, ഇപ്പോൾ +1 10ാം ക്ലാസ് കഴിഞ്ഞ് +1 കയറാൻ നിൽക്കുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബേസിക്കലി മക്കളെ ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ബയോളജിയുടെ അർത്ഥം എന്താണെന്ന് അറിയോ? ബയോളജി എന്തിനെ പറ്റിയിട്ടുള്ള കാര്യമാണെന്ന് അറിയോ? ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ആരാ പറഞ്ഞുതരാം ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ പറഞ്ഞുതരാം? സോ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. എങ്ങനെ ലോജിക് എന്ന് വെച്ചാൽ നമ്മൾ ആ ബയോളജി എന്നുള്ള വാക്കെടുക്കാം. സിമ്പിൾ ആയിട്ട് നോക്കുക, ബയോളജി എന്നുള്ള വാക്കെടുക്കാം. ഞാൻ ഒരു നിമിഷം എന്റെ ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനം എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഒറ്റ നിമിഷം ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? എല്ലാവരും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഓക്കെ, സോ നിങ്ങൾ ഇവിടെ കണ്ടു നോക്ക്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ എഴുതാൻ പോണ സാധനം എന്ന് വെച്ചാൽ ബയോളജി എന്നാണ്. ബയോളജി, റൈറ്റ്? സോ ഇവിടെ നോക്ക്, ഇതിനകത്ത് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എനിക്ക് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നത് കൊണ്ടാണ് പറയുന്നത്. പഠിക്കാനുള്ള ഏറ്റവും വലിയ സിമ്പിൾ വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ വാക്കില്ലേ, ഈ ഒരു വാക്കിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 പാർട്ട് കിട്ടും. എന്താ കിട്ടുക? ഇവിടെ നോക്ക്, ബയോ എന്നൊരു പാർട്ട് കിട്ടും, രണ്ടാമത്തെ സാധനം ലോഗി എന്നൊരു വാക്ക് കിട്ടും അല്ലെ? സോ നിങ്ങൾ ഈ ഒരു വാക്ക് എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവില്ലേ? ലോഗി എന്നുള്ള ഒരു വാക്ക് എവിടെ കണ്ടിട്ടുള്ളത്? നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് പോകുമ്പോൾ അല്ലെ? ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ നിങ്ങൾ ലോഗി എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ നിങ്ങൾ ലോഗി എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ആരാ പറയാ? കണ്ടിട്ടുണ്ടോ ഇല്ലയോ? കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളിവിടെ കാർഡിയോളജി, ന്യൂറോളജി, ഹെപ്പറ്റോളജി, അല്ലെങ്കിൽ പലതരത്തിലുള്ള ലോഗി, ഗൈനക്കോളജി, ഓങ്കോളജി. വെരി ഗുഡ്. സോ ഈ ലോഗി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ മക്കളെ? എന്താണ് ഈ ലോഗി? അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ലോഗി എന്ന് പറയുക? ഗൈനക്കോളജി. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇവിടെ ഈ പറയുന്ന
ഈ ലോഗി 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 എന്നൊക്കെ പറയുന്ന വാക്കുകൾ, ആ വാക്കുകളിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഈ ലോഗി എന്ന് പറഞ്ഞ വാക്ക്, ദാറ്റ് ഈസ് ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളടുത്ത് ബയോളജിയുടെ കാര്യം അല്ലേ. സോ ബയോളജി ഇങ്ങനെയല്ലേ ഉള്ളത്. സോ ഈ ലോഗി എന്ന് പറഞ്ഞ വാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഈ ലോഗി എന്ന് പറഞ്ഞ വാർത്ത എല്ലായിടത്തും ദാറ്റ് ഇസ് മീനിങ് സ്റ്റഡി ഓഫ് എന്നാണ്. എന്താണ് പറയാ, സ്റ്റഡി ഓഫ്. എവിടെ ഇട്ട് കഴിഞ്ഞാലും സ്റ്റഡി ഓഫ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഈ ബയോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? എവിടെ എവിടെ ലോകത്തിന്റെ എവിടെ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാലും, ബയോ എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാലും നമുക്ക് അർത്ഥം എന്താ വെച്ചാൽ ലിവിങ് എന്നാണ്. ലിവിങ് എന്താണ് അർത്ഥം? ലിവിങ് എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ലിവിങ്. സോ ഇതാണ് അർത്ഥം. അങ്ങനെയാണ് ഈ ബയോളജിയുടെ ടോട്ടൽ അർത്ഥം എന്താ? ആര് പറഞ്ഞുതരും ബയോളജിയുടെ ടോട്ടൽ അർത്ഥം എന്താണ്? ആരാ പറഞ്ഞുതരാ ബയോളജിയുടെ ടോട്ടൽ അർത്ഥം എന്താന്ന്? ആരും പറയുന്നില്ലേ? ഒരെണ്ണം സ്റ്റഡി ഓഫ്, അടുത്തത് എന്താണ്? ലിവിങ്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? മൊത്തം ടോട്ടലായിട്ട് എന്താ വരിക? സോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ചാല്, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റഡി ഓഫ് ലിവിംഗ് എന്നാണ് അർത്ഥം വരിക. സ്റ്റഡി ഓഫ് ലിവിംഗ് എന്നാ ബേസിക്കലി നിങ്ങൾ ആലോചിച്ചേക്കും, ഒരു സബ്ജക്റ്റിന്റെ പേര്, ഒരു സബ്ജക്റ്റിന്റെ പേരെന്താ വരുന്നത്? ബയോളജി, സ്റ്റഡി ഓഫ് ലിവിംഗ്. പഠിക്കുന്നതിന് ജനക്ക് ജീവിച്ചിരിക്കുന്നതിനെ ഹലോ. ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി എന്നാണ് അർത്ഥം. സോ ബേസിക്കലി നിങ്ങൾ ആലോചിക്കും, പ്ലസ് വണ്ണിന്റെ ഫസ്റ്റത്തെ ചാപ്റ്റർ, അതിന്റെ പേരെന്താണെന്നറിയോ? എന്താണെന്നറിയോ? ഫസ്റ്റത്തെ ചാപ്റ്റർ, പ്ലസ് വണ്ണിന്റെ ഒന്നാമത്തെ ബയോളജിയുടെ ചാപ്റ്റർ എന്താണെന്നറിയോ? ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് എന്താ? ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ലിവിംഗ് വേൾഡ് എന്നാണ്. ആണോ അല്ലയോ? കേട്ടിട്ടുണ്ടോ? ലിവിംഗ് വേൾഡ്. ലിവിംഗ് വേൾഡ് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിപ്പിക്കാൻ അറിയൂ? ജീവനുള്ളത് എന്താണ്, ജീവനില്ലാത്തത് എന്താണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവനുള്ളതിനെ പറ്റിയിട്ടാ. സോ ലോകത്തുള്ള മുഴുവൻ യൂണിവേഴ്സിലുള്ള എല്ലാ സ്ഥാനത്തു നിന്നും ജീവനുള്ളതും ജീവനില്ലാത്തതും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളതാണ് ഒന്നാമത്തെ, ദ വെരി ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജീവനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, ജീവനുള്ള കാര്യങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, എന്തുകൊണ്ടാണ്. ഞാനിപ്പോ ഒരാളോട് ചോദിക്കുകയാണ്, ബാക്ടീരിയക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ബാക്ടീരിയക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നിങ്ങൾ പറയും ജീവൻ ഉണ്ട് എന്ന് പറയും. കാരണം എന്താ? ബാക്ടീരിയക്ക് ജീവൻ ഉണ്ടെന്ന് പറയാം, അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ബാക്ടീരിയക്ക് ജീവനുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും സംഗതികളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ബാക്ടീരിയക്ക് ജീവൻ ഉണ്ടെന്ന് പറയും. അതുപോലെ ഞാൻ ചോദിക്കണം, പ്ലാന്റ്സിന് ജീവനുണ്ടോ? ഫംഗസിന് ജീവനുണ്ടോ? ഫംഗസ് എന്ന് പറഞ്ഞാൽ പൂപ്പല്, നമ്മൾ പറയില്ല ബ്ലാക്ക് ഫംഗസ്, യെല്ലോ ഫംഗസ്, വൈറ്റ് ഫംഗസ്, ഒരുപാട് കോമഡി, കുറെ തരത്തിൽ, മൾട്ടിപ്പിൾ നിറത്തിൽ, മഴവില്ല് നിറത്തിൽ ഫംഗസ് വരുന്ന കാലമാണല്ലേ. സോ ഫംഗസിന് ജീവനുണ്ടോ? ലൈക്ക് വൈറസിന് ജീവനുണ്ടോ? മൃഗങ്ങൾക്ക് ജീവനുണ്ടോ? പ്ലാന്റ്സിന് ജീവനുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് അതിന് ജീവനുണ്ടോ, ഇതിന് ജീവനുണ്ടോ, അല്ല അതുപോലെ ഞാൻ കല്ലിന് ജീവനുണ്ടോ, മണ്ണിന് ജീവനുണ്ടോ, അല്ലെങ്കിൽ ഈ മേശയ്ക്ക് ജീവനുണ്ടോ, ഞാൻ ഈ സംസാരിക്കുന്ന ക്യാമറയ്ക്ക് ജീവനുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുക. അതാണ് ഫസ്റ്റത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്ററിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ജീവനുള്ള കാര്യങ്ങളെ മൊത്തം ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കും. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇതിനെപ്പറ്റി എല്ലാത്തിനും പഠിക്കണം. ലോകത്ത് എത്ര 1.8 മില്യൺ സ്പീഷീസ് ഉണ്ടെന്നാ പറയാ. എത്ര? 1.8 മില്യൺ, 18 ലക്ഷത്തിന് മേളിൽ അല്ലെ. സോ അത്രത്തോളം എന്തുണ്ട്, സ്പീഷീസുകൾ, അത്രത്തോളം സ്പീഷീസുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സോ അത്രയും അധികം ജീവികൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഇവരെല്ലാവരും ക്ലാസിഫൈ ചെയ്ത് ഡിഫറെന്റ് ഗ്രൂപ്പുകളാക്കി വെക്കും. അതാ രണ്ടാമത്തെ ചാപ്റ്റർ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിക്കുന്നത് ഒരു എവല്യൂഷൻ ബേസ്ഡിലാണ്. ഏറ്റവും ആദ്യം ഉണ്ടായ ജീവി, പിന്നെ ഉണ്ടായ ജീവി, പിന്നെ ഉണ്ടായ ജീവി, പിന്നെ ഉണ്ടായ ജീവി എന്നുള്ള രീതിയിലാണ് പഠിക്കുക. എന്നിട്ട് അതിന്റെ ബാക്കിയാണ് നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ പ്ലാന്റ്സിനെ പറ്റിയിട്ടും അനിമൽ കിങ്ഡത്തിൽ അനിമൽസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇതെല്ലാം റിലേറ്റഡ് ചാപ്റ്റർ. നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ പഠിച്ച സമയത്ത് ഞങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യരുത്, നിങ്ങളുടെ പഠനം കൂടുതൽ എളുപ്പമാക്കുക, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. സോ ഞങ്ങൾ പഠിച്ച സമയത്ത് ഞങ്ങൾ ചെയ്ത കാര്യമാണ് ഞങ്ങളത് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത്. ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത് ഒരു സാധനം. അങ്ങനെ തന്നെ പറയാം, നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു സാധനം പോലും നിങ്ങൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ആൻഡ് അപ്പോൾ ഒരു പേരൊക്കെ എങ്ങനെയാ സാർ ഓർത്ത് വയ്ക്കുക? കുറെ അനിമൽസിന്റെ പേരും ലിസ്റ്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഓർത്ത് വയ്ക്കുക? മോർഫോളജിയിൽ ഉണ്ടല്ലോ, ഫിലോടാക്സിക് എക്സാമ്പിള്, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ലീഫിന് ഉള്ള എക്സാമ്പിള്, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് സ്റ്റെമ്മിനുള്ള എക്സാമ്പിള്, ഓരോ ടൈപ്പ് റൂട്ടിനുള്ള എക്സാമ്പിൾ. ഈ എക്സാമ്പിളൊക്കെ എങ്ങനെയാ സാർ ഓർത്ത് വയ്ക്കുക ബൈഹാർട്ട് ചെയ്യാണ്ട്? നിങ്ങൾ ചോദിക്കുന്നില്ലേ? അതിനുള്ള മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഫെമിലറൈസേഷൻ എന്നാണ് പറയാ. എന്താ പറയാ? ഫെമിലറൈസേഷൻ എന്ന് പറഞ്ഞാൽ പരിചിതമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് 4 പേരുകൾ പറഞ്ഞുതരാം. 4 പേര് എന്തൊക്കെ ആയിക്കോട്ടെ. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഇതിന് മുന്നിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോ കാണുന്ന ഒരു പേരുണ്ട്, മുഹമ്മദ് ഹനൂഫ് എന്നൊരു പേര് കാണുന്നുണ്ട്. പിന്നെ ഒപ്പോ A55 എന്നൊരു പേര് കാണുന്നുണ്ട്. നഫീസ ഫബിദ PP എന്നൊരു പേര് കാണുന്നുണ്ട്. അലി ഷഹൽ PP എന്നൊരു പേര് കാണുന്നുണ്ട്. സോ 4 പേരുകൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 4 പേര്? ഏതൊക്കെയാ പറഞ്ഞെന്നുള്ള കാര്യം?
എനിക്കറിയാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളം കയ്യിൽ എവിടെയെങ്കിലും ഈ 4 പേര് എഴുതി വെച്ചു വിചാരിക്കും. ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ, ഞാൻ മുഹമ്മദ് ഹനൂഫ് പറഞ്ഞു, ഒപ്പോയ് 55 പറഞ്ഞു, നസീഫയുടെ പേര് പറഞ്ഞു, അലി ഷഹലിന്റെ പേര് പറഞ്ഞു, 4 പേര്. ഈ 4 പേര് നിങ്ങളുടെ ഉള്ളം കയ്യിൽ എഴുതി വെച്ചു വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യാണ് അടുത്ത 1 മണിക്കൂർ നേരത്തേക്ക് ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ ഈ പേരിലേക്ക് നോക്കും, അതോടെ താത്തേക്കും, അത് നോക്കും താത്തി വെക്കും, നോക്കും താത്തി വെക്കും. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ വെറുതെ പറയല്ല കേട്ടോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം നിങ്ങൾ വെറുതെ നോക്കി താത്തി വെച്ചിട്ട് നിങ്ങളുടെ അടുത്തൊരു ലിസ്റ്റ് വരികയാണ്, ഒരു 10 കുട്ടികളുടെ 10 പേരുടെ ലിസ്റ്റ് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആദ്യം കണ്ട ലിസ്റ്റിന്റെ ഉള്ളിലുള്ള പേരുകൾ മാത്രം ടിക്ക് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ പേരുകൾ ഓർമ്മ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനതാ പറയണത്, നിങ്ങൾ പേര് ഓർമ്മ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതേ പേര് നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ, എൻട്രൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതായത് എൻട്രൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളിപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയനോട് അല്ലെങ്കിൽ അനിയത്തിനോട് പോയി ചോദിച്ചു നോക്ക്, നിങ്ങൾക്ക് ഒരു പരീക്ഷ എടുത്തേ, എന്നിട്ട് ആ പരീക്ഷാ പേപ്പറിൽ തന്നെ, ചോദ്യ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ആൻസറും എഴുതി തരട്ടെ, എളുപ്പമായിരിക്കും പരീക്ഷ എന്ന് വെച്ചാൽ എല്ലാവരും എന്താ പറയുന്നത്, ഭയങ്കര എളുപ്പമായിരിക്കും. ഈ അതെന്ത് പരീക്ഷ, പരീക്ഷാ പേപ്പറിൽ തന്നെ ആൻസർ ഉണ്ടെങ്കിൽ എന്ത് പരീക്ഷ എന്നല്ലേ ചോദിക്കാം. ആ ഒരു പരീക്ഷയാണ് എൻട്രൻസ്. എൻട്രൻസിന് നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എവിടെ കിടക്കുന്നുണ്ട്, ആ പരീക്ഷാ പേപ്പറിന്റെ ആൻസറിലുണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ ഇത് ഇന്നതാണെന്ന് ഓർത്താൽ മാത്രം മതി. ജസ്റ്റ് ഒരു ലിങ്ക് മാത്രം കിട്ടാൽ മതി. അതിന് ബൈഹാർട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്. ബൈഹാർട്ട് അല്ല അതിന്റെ ഒരു മെത്തേഡ് എന്നുള്ള നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് അതിനുള്ള മെത്തേഡ് ഫെമിലറൈസേഷൻ ആണ്. റിപ്പീറ്റഡ്ലി നമ്മൾ ഫെമിലറൈസ് ചെയ്യുക. നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ചുറ്റും അറേഞ്ച് ചെയ്ത് വെക്കുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക, നമ്മളത് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു നിലയിലേക്കാണ് നമ്മൾ പഠിക്കുക. സോ ഇതിന്റെ ജസ്റ്റ് ഒരു ഇനീഷ്യൽ പാർട്ടിലുള്ള ഒരു ഡിസ്കഷൻ മാത്രമാണ്. ഇതുപോലത്തെ ഒരുപാട് ടിപ്സും ട്രിക്സും സാധനങ്ങളൊക്കെ ഉണ്ട്. ബയോളജിയിൽ മാത്രമല്ല, ഫിസിക്സിലും കെമിസ്ട്രിയിലും. ആൻഡ് ഞാൻ ചോദിച്ചോട്ടെ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി നിങ്ങൾ പഠിച്ചു, ജസ്റ്റ് മനസ്സിലാക്കുക. ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, ബയോളജി പഠിച്ചു, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നിട്ടും എൻട്രൻസ് കിട്ടാത്ത ആളുകളുണ്ട്. കാരണം എന്താണെന്നറിയോ, അവരുടെ ഫൈനൽ പ്രിപ്പറേഷൻ, അവരുടെ ലാസ്റ്റ് ലാപ്പിൽ കുതിച്ചോടുന്ന ആൾക്കാരാണ്, എല്ലാത്തിനും മുന്നിൽ ഓടുന്ന ആൾക്കാരാണ്. പക്ഷെ ലാസ്റ്റിലാകുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ഭയങ്കര ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് മെന്റൽ പ്രഷർ വരും, ടെൻഷൻ വരും, ഭയങ്കരമായിട്ട് ടെൻഷൻ. എനിക്ക് കിട്ടുമോ. ആ ടെൻഷനിൽ അങ്ങോട്ട് കുളമായി പോകും, മൊത്തമായിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് കുളമാവും. അങ്ങനെ സംഭവിക്കാം, ഫുള്ളായിട്ട് കുളമാവും. അതുപോലെ അല്ലെങ്കിൽ ആ ലാസ്റ്റ് സമയത്ത് നമുക്ക് കുറച്ചൊരു ഓവർ കോൺഫിഡൻസ് വരും. ഞാൻ എന്തൊക്കെയോ ആയി, എനിക്ക് എന്തായാലും കിട്ടും, എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഞാനാണ് ഇത്തവണ തൊന്നാറാം, അങ്ങനത്തെ ഒരു ഓവർ കോൺഫിഡൻസ് വരും. സോ പല രീതിയിൽ ഈ ഭയങ്കര കുതിച്ചു പോകുന്ന ടോപ്പർ, എല്ലാം പഠിച്ചു തീർത്തിട്ടുള്ള ആൾക്കാർ എൻട്രൻസ് നഷ്ടപ്പെടാറുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഗൈഡൻസ്, കൃത്യമായിട്ട് സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്. സോ ഡെഫിനറ്റ്ലി നമ്മളുണ്ട് നിങ്ങളുടെ കൂട്ടത്തില്, ഓരോ പോയിന്റിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോ ഈ 2021 നീറ്റ് എഴുതാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി ഡോപ്പയുടെ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഉണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് വെച്ചാൽ, എന്നെ കേട്ടോണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒരുപാട് പേര് ക്യാപ്സ്യൂളിന്റെ സ്റ്റുഡൻസ് ഉണ്ട്. സോ അവർക്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ അതിനകത്ത് നമ്മൾ എങ്ങനെ വെച്ചാൽ, ഓരോ 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആൻഡ് അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, അതിനൊരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ട്, കൃത്യമായ ഷെഡ്യൂളിൽ നിങ്ങൾക്ക് എക്സാമുകൾ നടക്കുന്നുണ്ട്. ആൻഡ് ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാവും. നമ്മൾ തന്നെ മെഡിക്കൽ കോളേജ്, ഞാൻ ഈ പറഞ്ഞ പോലെ, ഞാൻ ആദ്യം പറഞ്ഞ ഒരാളുടെ സ്റ്റോറി പറഞ്ഞില്ലേ, ഇതേ സ്റ്റോറിയുള്ള, ഇതുപോലെ കഥകൾ പറയാനുള്ള, ഇതുപോലത്തെ എക്സ്പീരിയൻസുകളുള്ള ആളുകൾ നിങ്ങളുടെ പുറകെ ഒരു പേഴ്സണൽ മെന്റർ ആയിട്ടുണ്ടാവും. സോ അതിന്റെ അഡ്മിഷന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മൾ ലാസ്റ്റിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് വൺ മോർ തിങ്, ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനിയുള്ള 3 മന്ത്സ് കട്ടക്ക് നോക്കിയാൽ നീറ്റ് കിട്ടുമെന്ന്. ഡെഫിനറ്റ് ആയിട്ടും, എന്താ സംശയം? ഞാൻ അങ്ങനെ പറയുന്നത്, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ തിരിച്ചടി. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയുള്ള സമയം നീ ഒന്നും പഠിച്ചാൽ കിട്ടൂല എന്ന് പറയാനുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ. പഠിച്ചാൽ കിട്ടത്തില്ല എന്ന് പറയാനുള്ള ആളുകളായിരുന്നു കൂടുതൽ. ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ മാറി, നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടും, നിങ്ങൾ ഇന്ന രീതിയിൽ പഠിച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ വന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ആൻഡ് ഇതുപോലത്തെ ആളുകളെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ബുക്ക് മാർക്സ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങൾ ഇതിനെ മുതലാക്കാം. ആ ഒരു സെക്കൻഡ്, ഫാത്തിമ 2 മാസമല്ലേ ഉള്ളൂ സാറിന് ചോദിക്കുന്നുണ്ട്, അതിനുള്ള ഉത്തരം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ നമുക്ക് മുഴുവനായിട്ട് കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 66 ഡേയ്സ് മതി. 66 ദിവസം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, ഒരു പ്രാവശ്യത്തിൽ ഒരു എന്താ പറയാ, ഒരു 8, 9, 10 മണിക്കൂറൊക്കെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ. ഈ 8, 9, 10 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവമേ 10 മണിക്കൂറോ, അതൊക്കെ എങ്ങനെയാ ഞാൻ പഠിക്കുക, അതൊന്നും നടക്കാവുന്ന കാര്യമല്ല, ഞാൻ അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നും അല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് വളരെ സിമ്പിളാണ്. അതിനും ടെക്നിക്കുകളുണ്ട്. രാവിലെ എപ്പോൾ തുടങ്ങണം, എങ്ങനെ നിർത്തണം എന്നുള്ള രീതിയിൽ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരും. അതനുസരിച്ചിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ നിന്ന്, നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ടോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാണോ, കൂടെ നിന്ന് തന്നാൽ മതി. ബാക്കി കാര്യത്തിൽ നിങ്ങളെ നല്ലൊരു രീതിയിൽ കോമ്പറ്റീറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കാൻ പറ്റും. സോ അതിന് 3 months ടൈം ഈസ് മോർ എനഫ്. ആൻഡ് ആരാ ചോദിച്ചത് 2 months അല്ലേ ഉള്ളൂ, അപ്പൊ എന്താ ചെയ്യാന്ന്? ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോട്ടോ. തൊട്ട് മുമ്പിൽ ഒരു പേപ്പർ ആണെങ്കിൽ എഴുതി വെച്ചോ. ഒന്നാമത്തെ കാര്യം,
CBSE എന്ന് പറഞ്ഞിട്ടൊരു നാഷണൽ ബോർഡ് ഉണ്ട്, നമുക്കറിയാം. ഓക്കെ, നാഷണൽ ബോർഡ് ഉണ്ട് CBSE. ഈ CBSEയുടെ +2 പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ എന്ത് ചെയ്യാൻ ആർക്കെങ്കിലും അറിയോ? CBSE +2 കുട്ടികൾ എന്ത് ചെയ്യാൻ ആർക്കെങ്കിലും അറിയോ? CBSE +2 കുട്ടികൾ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് അവരുടെ +2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പറ, CBSEയുടെ ബോർഡ് എക്സാം എന്നാന്ന് ആർക്കെങ്കിലും അറിയോ? എന്നാണ് CBSEയുടെ ബോർഡ് എക്സാം? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, CBSEയുടെ ബോർഡ് എക്സാം എന്നാണ് ആർക്കും അറിയില്ല. ഈവൻ സ്കൂളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിലെ പ്രിൻസിപ്പളിന് പോലും അറിയില്ല. ഇനി ഞാൻ CBSE ബോർഡ് എക്സാമിന്റെ CBSE നാഷണൽ ബോർഡിന്റെ എന്താണ് പറയാ, CBSE നാഷണൽ ബോർഡിന്റെ ചെയർമാൻ ഉണ്ടല്ലോ, അയാളോട് ഞാൻ പോയി ചോദിക്കുകയാണ്, സാർ എന്താണ് CBSE ബോർഡ് എക്സാം എന്ന് വെച്ചാൽ അയാൾ പറയും അറിയില്ല. കാരണം ഇന്ത്യ ഒട്ടുക്കും COVID-19 ആണ്. നമുക്കറിയാം COVID-19 എല്ലാവർക്കും ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് COVID-19 കുറച്ചൊരു ഉപകാരം ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരുപാട് സമയം തരുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും നിലവിലത്തെ റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് CBSE എക്സാം ക്യാൻസൽ ചെയ്യുന്നു പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് ക്യാൻസൽ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും August 26 നിലവിലത്തെ കണ്ടീഷൻ അനുസരിച്ച് CBSE ബോർഡ് എക്സാം തീരും എന്ന് അവർ പറഞ്ഞ ഡേറ്റ്. August 26 ബോർഡ് എക്സാം തീരുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു വാർത്ത ഉണ്ട് അതിനകത്ത്. എന്താണെന്നറിയോ? നീറ്റ് എക്സാം എന്ന് നടത്താൻ പറ്റും? August 26 നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ August 1 നടത്താൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നാഷണൽ ബോർഡിൽ, ദേശീയ തലത്തിൽ അത്രയധികം കുട്ടികൾ പഠിക്കുന്ന ആ ബോർഡിന്റെ എക്സാം തീർന്നതിന് ശേഷം 2-3 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ നീറ്റ് എക്സാം നടത്താൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ആലോചിച്ച്, August 26 നടന്നു കഴിഞ്ഞാൽ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിരിക്കും നീറ്റ് എക്സാം നടക്കുക. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. വേറൊരു ബോർഡ് ഉണ്ട് നമുക്ക്, ICSE. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ICSE എന്നൊരു ബോർഡ് ഉണ്ടോന്ന്? ICSE എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ്, ആ ബോർഡിന്റെ എക്സാമിനെ പറ്റിയിട്ട് ഇത്ര പോലും ക്ലാരിറ്റി ഇല്ല. അതായത് CBSEക്കാര് August 26 ഒരു ഡേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റവർക്ക് യാതൊരു ക്ലാരിറ്റി ഇല്ല. സോ ബേസിക്കലി ഈ ICSE CBSE പോലത്തെ സ്റ്റേറ്റുകൾ, പിന്നെ വേറെ കർണാടക പോലത്തെ സ്റ്റേറ്റുകൾ, നമുക്ക് കേരളത്തിൽ മാത്രമാണ് എക്സാം കഴിഞ്ഞിട്ട്, തമിഴ്നാട്ടിൽ +2 എക്സാം കഴിഞ്ഞിട്ടില്ല, കർണാടകയിൽ +2 എക്സാം കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ കഴിയാനുള്ള ടൈം ഉണ്ട്. ആൻഡ് നീറ്റ് എക്സാമിന് ഇതുവരെ ആപ്ലിക്കേഷനും വിളിച്ചിട്ടില്ല. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എക്സാം മാറ്റിവെക്കാനാണ് സാധ്യത, നല്ല ശക്തമായ സാധ്യത കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ശക്തമായ സാധ്യത എക്സാം മാറ്റിവെക്കാനാണ്. ഫൈനൽ ഡിസിഷൻ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ എന്നാലും ശക്തമായ സാധ്യതയുണ്ട്. സോ ഇതുവരെ തുടങ്ങാത്തവർ ഇന്ന് തുടങ്ങുക. ദിസ് ഈസ് യുവർ ഡേ 1. ഇന്ന് തുടങ്ങുക. ഇന്ന് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും നിങ്ങളെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഗൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളുണ്ടാവും കൂടെ. സോ എന്റെ ഈ സെഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ആൻഡ് ഈ സെഷന് ശേഷം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വരുന്നുണ്ട്. സോ ജസ്റ്റ് ഒരു 2 minutes ബ്രേക്ക്. അതിനുശേഷം ഒരു വണ്ടർഫുൾ സെഷനായിട്ട് ഡോക്ടർ തബ്ഷീർ ജോയിൻ ചെയ്യുന്നുണ്ടാവും. സോ തബ്ഷീർ നിങ്ങളെ അടിപൊളിയായിട്ട് പറഞ്ഞു തരും. ആൻഡ് വൺ മോർ തിങ്, ഞാൻ എന്റെ നമ്പർ ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒരൊറ്റ മിനിറ്റ് കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആ നമ്പർ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. മൈ നമ്പർ ഇസ് 8891416337 എന്നുള്ളതാണ് എന്റെ നമ്പർ. മൈ നെയിം ഇസ് ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ എന്നുള്ളതാണ്. എന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഏതായാലും അതിൽ ഞാനുണ്ട്. ഓക്കെ, സോ ഇതാണ് എന്റെ നമ്പർ. സോ ഇതിനകത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ, അതാണ് ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സ്ആപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ ഞാൻ ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഞാൻ ലെസ് ആക്റ്റീവ്. ബാക്കി ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഇന്നലെ തുടങ്ങിയ ഒരു സാധനം ഉണ്ട്. എന്താണ്? ക്ലബ് ഹൗസിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട്. സോ എവിടെ വേണമെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാം, എവിടെ വേണമെങ്കിലും വെച്ച് സംസാരിക്കാം. സോ ഡെഫിനറ്റ് ആയിട്ട് ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കാനും കോൺടാക്ട് ചെയ്യാനും തുടങ്ങാം. സോ ഐ ഹോപ്പ് യു ആർ നോട്ടഡ് മൈ നമ്പർ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. ആൻഡ് എനി മോർ ഡൗട്ട്സ്, എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഐ വിൽ ആൻസർ ദാറ്റ് തിങ്. അല്ലെങ്കിൽ തബ്ഷീറിന്റെ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ വരുന്നുണ്ട്. സോ ആ സമയത്ത് സംസാരിക്കാം. ഓക്കെ, സോ ഒരു 5 മിനിറ്റ് ചെറിയൊരു ബ്രേക്ക് ആണ്. നിങ്ങളൊന്ന് പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഓടി വരാം. കാരണം ഫിസിക്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് അടിപൊളി ഒരു സെഷനാണ് നിങ്ങൾക്ക് വരാനുള്ളത്. സോ ഓൾ ദി ബെസ്റ്റ്, ബൈ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇപ്പൊ സംസാരിക്കാനുണ്ടോ? ഇല്ലല്ലോ. സോ ജസ്റ്റ് ഒരു 2 മിനിറ്റിന് ശേഷം ജോയിൻ ചെയ്യാം. ആൻഡ് വിൽ മീറ്റ് യു അഗൈൻ. Thank you very much, Dr. Ashik.